ഫാമിനടുത്ത് വനമേഖലയിൽ തിരച്ചിലിനിറങ്ങി 3 പേരെ കാണാതായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാണാതായവരെ വയനാട്ടിൽ നിന്നും പോയ റെസ്ക്യൂ ടീമാണ് രക്ഷപ്പെടുത്തിയത്. പ്രദേശവാസികളായ സലീം, റഹീസ്, മുഹ്സിൻ എന്നിവരെയാണ് ഇന്നലെ രാത്രി കാണാതായത്. ഇവരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രദേശവാസികളായ 3 പേരെ കാണാതാവുന്നത്. ഈ മുണ്ടേരി ഫാമിനടുത്ത് ഫോറസ്റ്റ് മേഖലയാണ്, വനമേഖലയാണ്. ഇവിടെ തിരച്ചിലിനായി പോയവരെയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത്, അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയത് ഈ വനമേഖലയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് അവിടെ തിരച്ചിലിന് പോയതായിരുന്നു. പക്ഷേ ഇവർ കൂടുതൽ കാടിനുള്ളിലേക്ക് പോയതും ആദ്യം കുറച്ച് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കിട്ടി. അതിനുശേഷം ബാക്കിയുള്ളവർ, ഇവരുടെ ഈ 3 പേരുടെ കൂടെ ഉണ്ടായിരുന്നവർ തിരിച്ച് മറുകരയിൽ എത്തുകയും അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ അയക്കുകയും ചെയ്തു. എന്നാൽ ഈ 3 പേർ പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥരോ അറിയിക്കാതെ കാടിനുള്ളിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇവരെ കാണാതാകുന്നത്. അപ്പോഴും പരാതി നൽകുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോവുകയോ പ്രദേശവാസികളോ കുടുംബാംഗങ്ങളോ ആരും തന്നെ ചെയ്തിട്ടില്ല. കാരണം ഇവർ തിരികെ വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അല്ലെങ്കിൽ ഇവരെ തിരഞ്ഞ് പോവാം, മറ്റ് പ്രദേശവാസികൾക്കും മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ഇവരെ തിരച്ചിൽ നടത്താം, അതിനുശേഷം കണ്ടെത്താനായില്ലെങ്കിൽ പരാതി നൽകാമെന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ ആയി പരാതി ഒന്നും നൽകിയിരുന്നില്ല. എന്നാൽ പോലീസ് സ്വമേധയാ ഇത് പരാതി നൽകണം, കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ കേസെടുക്കാൻ പോകുന്ന ഒരു മൊമെന്റിലാണ് ഇവരെ വയനാട്ടിൽ നിന്നും ഇറങ്ങിയ റെസ്ക്യൂ ടീം ഇവരെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത വരുന്നത്. ഇവർ വയനാട് മേഖലയിൽ ഒരു കാടിനുള്ളിൽ ചെന്ന് വയനാട് മേഖലയിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ വയനാട്ടിൽ നിന്നും എത്തിയ രക്ഷാ പ്രവർത്തകർ ഇവരെ രക്ഷിക്കുന്നത്. ആരോഗ്യപരമായി ഒരു കുഴപ്പവുമില്ല, ഇവർ സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അടക്കം അറിയിക്കുന്നതും. ആസ് യൂഷ്വൽ ഇന്നലെ നമ്മുടെ ടീം സെർച്ച് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരായ ആളുകൾ ഇവിടെ താഴ്ഭാഗത്താണ് സെർച്ച് നടത്തിയിരുന്നത്. വളരെ നല്ല രീതിയിലാണ് അവർ സഹകരിച്ചു വരുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ക്ലബിലെ ആളുകൾ, ഈവൻ നിങ്ങൾ പ്രസ് വരെ ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ അതിലെ ഒരു 3 പേര് പിന്നെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടുന്ന് IG സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, DIG മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ 3 പേര് അവിടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ അവര് കുടുങ്ങിയായിരുന്നു. അവരെ അവിടെ നിന്ന് വയനാട് നിന്ന് വന്നുള്ള ടീം അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ റെസ്ക്യൂ ചെയ്തിട്ട് അവരെ ഇപ്പോൾ പിന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ദേ ആർ ഓൺ ദ വേ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ. എന്തായാലും ഈ കാണാതായ ഒരു സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വളരെ സജീവമായാണ് ചാലിയാർ പുഴയിൽ കഴിഞ്ഞ 5 ദിവസമായി ഈ തിരച്ചിൽ നടപടികൾ തുടരുന്നത്. നാട്ടുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും ഫയർഫോഴ്സും നേവിയും സ്കൂബ ടീമും മറ്റ് എല്ലാ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വളരെ ഊർജിതവുമായ ഒരു തിരച്ചിലാണ് ഈ പുഴയിൽ, ചാലിയാർ പുഴയിലും സമീപ പ്രദേശത്തും നടത്തുന്നത്. അപ്പോഴും ഈ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ സ്വമേധയാ വനത്തിനുള്ളിൽ പോകുന്നത് അല്ലെങ്കിൽ ആഴമുള്ള ഈ പുഴയിൽ ഇറങ്ങുന്നത് അതൊക്കെ വളരെ ദോഷകരമായി മാറുകയാണ്, പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അപ്പോൾ എവിടെ ഒരു മൃതദേഹമുണ്ട് അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിന്റെ ഭാഗമുണ്ടെന്ന് എന്ത് സംശയം പറഞ്ഞാലും ഒരു മടിയുമില്ലാതെ ഉടൻ തന്നെ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ചേർന്നുകൊണ്ട് അവിടെ തിരച്ചിൽ ഊർജിതമാക്കും. അതിലൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നാട്ടുകാരായാലും പ്രദേശവാസികളായാലും ഈ കാടിനെയും പുഴയും എത്ര നന്നായി അറിയുന്നവരാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥരോട് സമ്മതമില്ലാതെയോ അവരെ അറിയിക്കാതെയോ അവരുടെ സാന്നിധ്യത്തിലല്ലാതെയോ അങ്ങോട്ട് പോവരുത് എന്നുകൂടി പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇനി മുതൽ ഈ ചാലിയാറിൽ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായി തിരച്ചിൽ ഊർജിതമാണ്. ഇനി മുതൽ ഇന്നിപ്പോൾ നമ്മളുള്ളത് മുണ്ടേരി ഫാമിനടുത്ത് വനമേഖലയോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും താഴോട്ട്, അതായത് മുക്കം ഭാഗത്തേക്ക് അങ്ങോട്ടായിരിക്കും ഇനി മുതൽ തിരച്ചിൽ ഊർജിതമാക്കുക എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം നമ്മോട് വ്യക്തമാക്കുന്നതും. കാരണം ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഈ മേഖലയിൽ മുണ്ടേരി ഫാമിനോടടുത്ത വനമേഖലയിലായിരുന്നു തിരച്ചിൽ. ഇവിടെ നിന്ന് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം ഇന്നലെ ഇന്നുമായി ഇവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കാതിരിക്കുകയും ഒപ്പം തന്നെ താഴ്ഭാഗത്ത് നിന്നും കുറച്ച് താഴോട്ട് മുക്കം മേഖലയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇനി മുതൽ അങ്ങോട്ടായിരിക്കും
ദിവസവും തിരച്ചിൽ ഊർജിതമാക്കുക. ഒപ്പം തന്നെ ഇവിടെയും സമാന രീതിയിൽ തിരച്ചിൽ ഉണ്ടാവും എന്നുകൂടി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിനായി ഇറങ്ങുന്നവർ തീർച്ചയായും ഉദ്യോഗസ്ഥരുടെ സമ്മതപ്രകാരം അവരെ അറിയിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഈ ഊർജിതമായി വളരെ സഹകരണത്തോടു കൂടി പോകുന്ന ഈ തെരച്ചിലിനെ അതിനെ വേറൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടരുത് എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും ചാലിയാർ പുഴയിൽ വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും.